കനേഡിയൻ എംബസികളിലെ ഇന്ത്യക്കാരായ ജീവനക്കാരുടെ എണ്ണം കുറച്ച് കാനഡ. ചിലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് നടപടി. 100ഓളം ഇന്ത്യക്കാരായ ജീവനക്കാർക്ക് ജോലി നഷ്ടമായിട്ടുണ്ട്. നിർബന്ധിത സാഹചര്യത്തിൽ വിഷമത്തോടെ എടുത്ത തീരുമാനമെന്നാണ് കാനഡയുടെ പ്രതികരണം. മുംബൈ, ചണ്ഡീഗഡ്, ബംഗളൂരു കൗൺസിലേറ്റുകളുടെ സേവനങ്ങളും വെട്ടിക്കുറച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി 41 കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ വർഷം ഇന്ത്യ മടക്കി അയച്ചിരുന്നു. പിരിച്ചുവിട്ട ജീവനക്കാരുടെ കൃത്യമായ എണ്ണം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇത് 100-ൽ താഴെയാണെന്നാണ് സൂചന. ജീവനക്കാരുടെ കുറവ് സ്ഥിരീകരിച്ചുകൊണ്ട് ഹൈക്കമ്മീഷനിലെ മീഡിയ റിലേഷൻസ് ഉദ്യോഗസ്ഥനും കാനഡയുടെ തീരുമാനത്തിന്റെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജീവനക്കാർ അർപ്പിച്ച സഹിഷ്ണുതയ്ക്കും അർപ്പണബോധത്തിനും സേവനത്തിനും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതേസമയം കാനഡയുടെ ഇന്ത്യയിലെ വിസ അപേക്ഷാ കേന്ദ്രങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നത് തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടായിട്ടും നിയന്ത്രണം വച്ചുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരെ സ്വാഗതം ചെയ്യുന്നത് കാനഡ തുടർന്നിരുന്നു. കാനഡയിൽ വെച്ച് ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിച്ചാറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണത്തിൽ നിന്നാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര വിള്ളൽ ഉടലെടുത്തത്. ഇതിനു മറുപടിയായി കനേഡിയൻ നയതന്ത്രജ്ഞർ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന് ഇന്ത്യ ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2019 മുതൽ റിവേഴ്സ് മൈഗ്രേഷൻ നിരക്ക് കാനഡയിൽ വളരെ കൂടുതലാണ്. 2021-ലും 2022-ലും 80,000-നും 90,000-നും ഇടയിൽ കുടിയേറ്റക്കാർ കാനഡ വിട്ട് സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വിദേശ വിദ്യാർത്ഥി പെർമിറ്റുകളിൽ പരിധി കൊണ്ടുവന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ നയങ്ങളും റിവേഴ്സ് കുടിയേറ്റത്തിന് പ്രധാന കാരണമായിട്ടുണ്ട്. ഇമിഗ്രേഷൻ അഡ്വക്കസി ഗ്രൂപ്പായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കനേഡിയൻ സിറ്റിസൺഷിപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കാനഡ വിടുന്ന കുടിയേറ്റക്കാരുടെ നിരക്ക് 2019-ൽ 2 പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരുന്നു. കാനഡയിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തിന്റെ ശരാശരി 60% വാടകയ്ക്ക് വേണ്ടിവരും. വാൻകൂവറിൽ ഇത് 98%-ആയും ടൊറന്റോയിൽ 80%-ആയും ഉയരുമെന്നാണ് റോയൽ ബാങ്ക് ഓഫ് കാനഡയുടെ സെപ്റ്റംബറിലെ ഡാറ്റ സൂചിപ്പിക്കുന്നത്. പലയിടത്തും ഒറ്റമുറി ബേസ് അപ്പാർട്ട്മെന്റിന് മാത്രം വരുമാനത്തിന്റെ 30% വാടക ഇനത്തിൽ നൽകണം. ഒരു ബിരുദ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ നിരക്കുകൾ ഒട്ടും ആശ്വാസകരമല്ല.